വളരെയധികം ടേസ്റ്റുള്ളതും ക്രിസ്പി ആയിട്ടുള്ളതുമായ അച്ചപ്പമാണ് ഞാനിവിടെ ഉണ്ടാക്കുവാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യമായി ഒരു ബൗൾ എടുക്കുക. അതിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കുക. ഇതിൻ്റെ ചേരുവകൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തിട്ടുണ്ട്. അതായി 1/2 കപ്പ് പഞ്ചസാര ഇടുക. കാൽ ടീസ്പൂൺ ഉപ്പിടുക. അതിനുശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. നമ്മളിവിടെ 250 ml 2 കപ്പ് അരിപ്പൊടിയാണ് ഉപയോഗിക്കുന്നത്. അതിനാവശ്യമായ വെള്ളം 2 കപ്പ് വെള്ളം തന്നെ ഉപയോഗിക്കുക. പക്ഷേ നമ്മൾ വെള്ളം ചേർത്ത് മിക്സ് ചെയ്യുമ്പോൾ ദോശമാവിൻ്റെ പരുവത്തേക്കാൾ ശകലം കൂടി ലൂസായിരിക്കണം. മാത്രമല്ല, നേരത്തെ മുട്ട ബീറ്റ് ചെയ്തപ്പോൾ അതിൽ ഞാൻ കുറച്ച് വെള്ളം ചേർത്തിരുന്നു. അതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങാപ്പാൽ ഉപയോഗിക്കാം. മുട്ട പതഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്ക് നേരത്തെ എടുത്തു വെച്ച 2 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. മാവ് മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു സ്പൂൺ ഉപയോഗിച്ച് ആദ്യം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ബീറ്റർ ഉപയോഗിച്ച് ഒന്നും കൂടെ നമുക്ക് മിക്സ് ചെയ്യാം. അതിനുശേഷം ആ മാവിൻ്റെ കട്ടയെല്ലാം മാറിയിട്ട് നമുക്ക് നല്ല പരുവത്തിൽ കിട്ടും. അപ്പോൾ മാവ് റെഡിയായി വന്നിട്ടുണ്ട്. നമ്മൾ പറഞ്ഞ രീതിയിൽ തന്നെ നല്ല രീതിയിൽ മാവ് റെഡിയായി. ഇതിന് ശേഷം നമുക്ക് 1 ടീസ്പൂൺ എള്ള് ഉപയോഗിക്കാം. എള്ള് ഉപയോഗിച്ച് നല്ലതുപോലെ മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തതിന് ശേഷം ഒരു 20-25 മിനിറ്റ് നമുക്ക് മാവ് മാറ്റി വയ്ക്കണം. ആ സമയം കൊണ്ട് നമുക്ക് ചീനിച്ചട്ടിയിൽ എണ്ണയൊഴിച്ച് ചൂടാക്കാൻ വയ്ക്കാം. എണ്ണ ചൂടാക്കാൻ വെക്കുന്ന സമയത്ത് തന്നെ അച്ച് അതിലിട്ട് ചൂടാക്കണം. മാത്രമല്ല, അച്ചപ്പം ഉണ്ടാക്കുന്നതിന് തൊട്ട് മുമ്പ് നമ്മൾ നല്ലതുപോലെ മാവ് മിക്സ് ചെയ്യണം. എണ്ണ തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മാവ് ഒഴിച്ചു കൊടുത്ത് നോക്കൂ. അപ്പോൾ അത് പൊങ്ങി വരികയാണെങ്കിൽ പാകമായിട്ടുണ്ടെന്ന് അർത്ഥം. അപ്പോൾ മാവ് പൊങ്ങി വരുന്നുണ്ട്. ചൂടായ അച്ച് ഉപയോഗിച്ച് മാവിലേക്ക് മുക്കുക. ഒരു 1/4 ഭാഗം മുക്കിയിട്ട് അത് എണ്ണയിലേക്ക് ഇടുക. ചെറുതായിട്ട് കുലുക്കി അച്ചപ്പം എണ്ണയിലേക്ക് ഇടുക. വീണ്ടും അച്ച എണ്ണയിൽ മുക്കി ചൂടാക്കി അടുത്ത അച്ചപ്പം ഉണ്ടാക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, തീ എപ്പോഴും മീഡിയം ഫ്ലെയിമിലേ ഇടാവൂ. ആദ്യമായിട്ടാണ് അച്ചപ്പം ഉണ്ടാക്കുന്നതെങ്കിൽ ഒരു ചെറിയ പാനിൽ കുറച്ച് എണ്ണ എടുത്ത് ഓരോ അച്ചപ്പം വീതം ഉണ്ടാക്കുക. ഓരോ തവണ അച്ചപ്പം ഉണ്ടാക്കുമ്പോഴും അച്ച് എണ്ണയിൽ മുക്കി ചൂടാക്കിയതിന് ശേഷം വേണം മാവിൽ മുക്കാൻ. അച്ചപ്പം റെഡിയായിരിക്കുകയാണ്. ചൂടാറിയ ശേഷം എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ സൂക്ഷിച്ചാൽ നമുക്കത് ക്രിസ്പി ആയിട്ട് ഉപയോഗിക്കാം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.